അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറെ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ, ഇവിടെ നമ്മൾ സംസാരിച്ച് ഈ സ്ഥലം വിട്ടുപോയ നമ്മുടെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ, അഭിനന്ദരായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി സാഹിബ്, സംസ്ഥാന നേതാവ് അബ്ദുറഹ്മാൻ സാഹിബ് കല്ലായി, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ മുനി ഹാജി, അഭിനന്ദനായ സൗദി നാഷണൽ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള KP മമ്മൂട്ടി സാഹിബ്, മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള അഷ്റഫ് തങ്ങൾ പാളയാട്ട്, നമ്മുടെ ബഹുമാന്യനായ ഖാദർ ചെങ്ങള സാഹിബ്, MC കമറുദ്ദീൻ സാഹിബ്, അബ്ദുള്ള കുഞ്ഞി സാഹിബ്, MM കടവത്ത്, ബഷീർ വള്ളിക്കോത്ത്, അബ്ദുള്ള കുഞ്ഞി ചെർക്കള, മറ്റ് നമ്മെ സ്വാഗതം ചെയ്ത സൗദി നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഷ്റഫ് വെങ്ങാട്ട് അടക്കമുള്ള വേദിയിൽ ഒരുപാട് സൗദി നാഷണൽ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ സൗദി KMCC പ്രതികരിച്ച് എത്തിയിട്ടുള്ള ഒരുപാട് നേതാക്കൾ സ്റ്റേജിലും സദസ്സിലൊക്കെ ഉണ്ട്. അവരെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. സൗദി KMCC ഏറെ മാതൃകാപരമായ ായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2012 തുടക്കം കുറിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഇന്ന് 700-ലധികം കുടുംബങ്ങൾക്ക് അത് ഗുണപ്രദമായി മാറി എന്നുള്ളത് ഏറെ കാഴ്ചപ്പാടോടു കൂടി തുടക്കം കുറിച്ചതിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൗദി KMCCയുടെ പദ്ധതി മാതൃകയാക്കി പല സംഘടനകളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തുടക്കം കുറിക്കുകയും അതൊക്കെ വളരെ ഉപകാരപ്രദമായി മനുഷ്യനെന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ കുടുംബം അനാഥമാവാതെ അവർക്കൊരു സഹായമായി മാറുന്ന രീതിയിലുള്ളൊരു പദ്ധതിയാണ് നമുക്കിവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചത്. പ്രവാസികളെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ നമ്മുടെ കുടുംബത്തിനെ അവരെ സംരക്ഷിക്കാൻ, അവർക്ക് ഒരു രക്ഷകനായി തൻ്റെ ഉപജീവനത്തിന് വേണ്ടി വീടും നാടൊക്കെ വിട്ട് കടൽ കടന്നുകൊണ്ട് ആ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ എല്ലാം പ്രതീക്ഷ അർപ്പിക്കുന്നത് ആ ഗൃഹനാഥനിലേക്കാണ്. അവർ ഒരു മാസം ജോലി ചെയ്തില്ലെങ്കിൽ ആ വീട്ടിൽ പട്ടിണിയാണ്. അവർ കച്ചവടത്തിൽ കിട്ടുന്ന ഒരു വിഹിതം അയച്ചു കൊടുത്തില്ലെങ്കിൽ ആ കുടുംബം പട്ടിണിയാണ്. അപ്പം അങ്ങനെ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബം, ആ കുടുംബം മാത്രമല്ല, കുടുംബത്തിലെ മറ്റംഗങ്ങൾ, അയൽവാസികൾ പോലും ഒരു പക്ഷേ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രവാസികളായിട്ടുള്ള സഹോദരന്മാരെയാണ്. അവർക്കെന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയാവുന്നത് ആ കുടുംബമാണ്. ഇന്ന് അത്തരം കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വലിയ ചെറിയ തുച്ഛമായ സംഖ്യ വർഷം കൊടുത്തുകൊണ്ട് നമ്മളതിൽ പങ്കാളികളായി മാറുമ്പോൾ
ദൈവത്തിൻ്റെ വിധിക്ക് കീഴ്പ്പെടുമ്പോൾ തീർച്ചയായും അത് ആ കുടുംബത്തിന് ആശ്വാസമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഇപ്പോൾ ഓരോ കുടുംബങ്ങളും വന്ന് ആ ഒരു ചെക്ക് വാങ്ങുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുകയാണ്. അപ്പം അത്തരം ആശ്വാസ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് പ്രവാസ ലോകത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് നമ്മൾ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഒരു പോഷക സംഘടനയാണ്. പക്ഷെ ഇതിൽ ഒരു രാഷ്ട്രീയവുമില്ലാതെ എല്ലാവരും ഇതിൽ അംഗങ്ങളായി മാറാനും അവർക്കിതിൻ്റെ ഗുണം പ്രാപിക്കാനും കഴിയുന്ന രീതിയിലാണ് ഇതൊരുക്കിയിട്ടുള്ളത്. അതിന് നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനവും ചാരിതാർത്ഥ്യവുമുള്ള ഒന്നാണ്. സൗദി നാഷണൽ കമ്മിറ്റി വളരെ ചരിത്രത്തിൽ ഇടം തീർത്തിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് മക്കയിലേക്കും മദീനയിലേക്കും വരുന്ന ഹജ്ജാജിമാർ, ഹജ്ജ് കാലത്ത് വരുന്ന നിരവധി തീർത്ഥാടകർക്ക് അവരെ സേവിക്കാൻ ഒരു ബറ്റാലിയൻ എന്നപോലെ നമ്മുടെ വോളണ്ടിയേഴ്സ് അവർക്ക് വേണ്ട ഭക്ഷണം, കഞ്ഞിയും മറ്റുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളൊക്കെ വിളമ്പി വീൽ ചെയറുകളിൽ അവരെ യഥാർത്ഥ സ്ഥാനത്തേക്ക് എത്തിക്കുവാനും കല്ലെറിയാനൊക്കെ കൊണ്ടുപോകാൻ നമ്മുടെ വോളണ്ടിയേഴ്സ് ഇത്രത്തോളം സേവനം ചെയ്തു എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അതിനൊക്കെ പല രീതിയിലുമുള്ള പരിമിതികളും ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോവുകയാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം സേവനം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ് KMCC. കാരണം മറ്റൊന്നും ആഗ്രഹിക്കാതെ, നമുക്കറിയാം ഈ നാട്ടിലാണെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവും എന്ന് സ്വപ്നം കണ്ടായിരിക്കും പലരും പല സംഘടനയിലും പ്രവർത്തിക്കുന്നത്. പക്ഷെ പ്രവാസികളായിട്ടുള്ള ആളുകൾ അവർക്കെന്ത് ഈ വോട്ടിങ്ങിലും അതുപോലെ ജനാധിപത്യ പ്രക്രിയയിലും അവർക്ക് വേണ്ട രീതിയിൽ അവസരം ഉണ്ടാവാറില്ല. എന്നിട്ട് പോലും യാതൊരുവിധ നിസ്സംഗതയും ഇല്ലാതെ ആത്മാർത്ഥമായി സേവന രംഗത്ത് വലിയ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത്. മാത്രമല്ല സൗദി നാഷണൽ കമ്മിറ്റിയെ പറ്റി റിയാദ് ഇപ്പം നമ്മുടെ ജനറൽ സെക്രട്ടറി അഷ്റഫ് വെങ്ങാട്ടിൻ്റെ നേതൃത്വത്തിലാണ്. നമുക്കൊക്കെ അറിയാം, റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി കോടികൾ നമ്മൾ പിരിപ്പിക്കുന്നതിന് വേണ്ടി കേരളം മുഴുവനും തയ്യാറാവുകയുണ്ടായി. അതിനേക്കാൾ എല്ലാം മുന്നേ ഈ വിഷയം ഏറ്റെടുത്ത് ഇതുമായി ചർച്ച ചെയ്യുകയും ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കുകയും ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി ആദ്യം ഇറങ്ങിയ സംഘടന എന്ന് പറയുന്നത് KMCC-യാണ്. അത് പിന്നീട് എല്ലാവരും ഏറ്റെടുത്തുകൊണ്ടാണ് അത്രയും വിജയിക്കാൻ കാരണം. പക്ഷെ അതിൻ്റെ എല്ലാ പ്രോസസ്സും അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്തത് നമ്മുടെ KMCC-യുടെ നേതാക്കളാണെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. മാത്രമല്ല ഒരുപാട് കെട്ടിക്കിടക്കുന്ന കേസുകൾ ആ മണ്ഡലാടനത്തിലുണ്ട്. പലരും പല രീതിയിലും അകപ്പെട്ടു പോകുന്ന കേസുകൾ, അബദ്ധത്തിൽ പെട്ടുപോകുന്ന കേസുകൾ, ഇതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് കാലം ജയിലിൽ കഴിയേണ്ടി വരുന്ന ആളുകൾ, നാട്ടിൽ വരാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള കേസുകളൊക്കെ വേണ്ട രീതിയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ KMCC നേതാക്കൾ അവിടെ പോയി അത് അന്വേഷിച്ച് അത് എന്തെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് പരിഹരിച്ചിട്ടാണ് അവർക്ക് വിഷമമുണ്ടാവുക എന്നുള്ളത് അവർ കാണിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ പ്രവാസ ലോകത്ത് വളരെ സാധാരണക്കാരായ ആളുകൾ അവർക്ക് അത്താണിയായിക്കൊണ്ട് എന്നും നിലനിന്നൊരു പ്രസ്ഥാനം എന്ന നിലക്ക് KMCC-യുടെ പ്രവർത്തനങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ ദമാം KMCC ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം, അല്ലെ, ഉംറക്ക് കൊണ്ടുപോയത് ദമാം KMCC അല്ലേ, 100ഓളം പേരെ ഈസ്റ്റേൺ പ്രൊവിൻസ് KMCC 100-ലധികം ആളുകളെ സൗജന്യമായി ആ പുണ്യഭൂമിയിലേക്ക് കൊണ്ടുപോയി അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നതും KMCC-ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്.
അപ്പം അങ്ങനെ നിരവധി നന്മയുടെ ഒരുപാട് ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട KP മുഹമ്മദ് സാഹിബ് ഇവിടെ ഉണ്ട്. അദ്ദേഹം വളരെ കാലങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് KMCCയുടെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും പോയി അവിടെയൊക്കെ രണ്ട് മലയാളികളെ കാണുമ്പോൾ അവിടെ ഒരു KMCC ഉണ്ടാക്കാൻ അങ്ങനെ വളരെ പാടുപെട്ട് ഗ്രാമങ്ങളിൽ ഓടി നടന്ന് ഉണ്ടാക്കിയതാണ് നമ്മുടെ KMCC. ഇന്ന് 1,00,000 ആളുകൾക്കാണ് നമ്മുടെ മെമ്പർഷിപ്പ് ഇന്ന് കൊടുക്കുന്നത്. അതിൻ്റെ ഈ സുരക്ഷാ സ്കീമിൻ്റെ നമ്മുടെ KP മുഹമ്മദ് സാഹിബ് ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം വീണ്ടും അതിൻ്റെ അംഗമാവാൻ തുനിഞ്ഞു എന്നുള്ളത്, ഒരു KMCCക്കാരനാവുന്നതിൻ്റെ ഒരു സുഖം എത്രത്തോളമാണ് എന്നുള്ളത് അദ്ദേഹം നമ്മളൊക്കെ അനുഭവിക്കുകയാണ്. അപ്പം അങ്ങനെ ജനകീയവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അഭിമാനിക്കാൻ വക ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ സംഘടനയായി ഇന്ന് KMCC മാറിയിരിക്കുന്നു. സൗദിയിൽ മാത്രമല്ല, ഇന്ന് ലോകത്തുടനീളം KMCCയുടെ പ്രവർത്തനങ്ങൾ വളരെ മികവുറ്റ രീതിയിൽ നടക്കുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അമേരിക്കയിലാണ് ഉണ്ടായിരുന്നു. അവിടെ KMCCയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നു. കാനഡയിൽ നടക്കുന്നു, യൂറോപ്പിൽ നടക്കുന്നു, UK നടക്കുന്നു. ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും 7 ഭൂഖണ്ഡങ്ങളിലും KMCC മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അത് നമ്മൾ കണ്ടത് എപ്പോഴാണ്? കോവിഡ് സമയത്ത് ആളുകൾ കുടുങ്ങിയപ്പോൾ അവർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെയാണ് വിളിക്കുന്നത്. നമ്മളവിടെ ബന്ധപ്പെട്ട് അവർക്ക് ഭക്ഷണം കിട്ടാതായപ്പോൾ, മരുന്ന് കിട്ടാതായപ്പോൾ നമ്മുടെ KMCC പ്രവർത്തകർ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നു. നമ്മുടെ KMCCക്കാർ അവരെ അവിടെ മരുന്നുകൾ എത്തിക്കുന്നു. നാട്ടിൽ കിട്ടാത്ത മരുന്നുകൾ വിദേശത്തു നിന്നും ആ സമയത്ത് എത്താതെ പോയതിൻ്റെ പ്രയാസത്തിൽ മരുന്നുകൾ നിഷേധിക്കപ്പെട്ട സമയത്ത് അതെത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതുപോലെ ഫ്ലൈറ്റുകൾ ചാർട്ടർ ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് എത്തിക്കാൻ അന്ന് വലിയ ഒരു നൈറ്റ്മെയറായി നമ്മൾ കോവിഡിനെ കണ്ടപ്പോൾ അന്ന് വീട്ടിലേക്ക് എത്താൻ ആഗ്രഹിച്ച ആളുകൾക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ പട്ടിക, വിജയത്തിൻ്റെയും നേട്ടങ്ങൾ പട്ടിക നമുക്ക് ഒരു പ്രസംഗത്തിലൊരു സംസാരത്തിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അത്രയധികം വലിയ സേവന പാതയിൽ കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകൾ കാലമായി മുന്നിട്ട് പോകുന്ന KMCCയുടെ പ്രവർത്തനം ഇന്നും വളരെ മനോഹരമായി നടക്കുന്നിടത്ത് റിയാദിൽ വെച്ച് ഈ സൗദി KMCC നടത്തിയ ഫുട്ബോൾ ലീഗ് എല്ലാ പ്രൊവിൻസുകളിലെയും KMCC സംഘടിപ്പിച്ചതിൻ്റെ ഫൈനലാണ് റിയാദിൽ ഒരു മാസം മുമ്പ് നടന്നത്. അപ്പം അങ്ങനെ യുവാക്കളെ ഈ KMCCയിലേക്ക് ആകർഷിക്കുവാനും അവരെയും ഇതിൻ്റെ ഭാഗമായി എല്ലാ മേഖലയിലുള്ള ആളുകളെ KMCCയുടെ ഭാഗമായി മാറ്റാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു നല്ല പുണ്യപ്രവർത്തനത്തിന് ഇതിൻ്റെ ഈ വിതരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഏകദേശം 3.5 കോടിയോളം രൂപ ചെലവ് ആ ഒരു പദ്ധതിയാണ് ഇവിടെ ഇന്ന് നൽകപ്പെടുന്നത്. അതോടൊപ്പം ഇവിടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ ഒരുപാട് കുരുന്നുകളായിട്ടുള്ള നമ്മുടെ കുട്ടികൾ അവരുടെ മനോഹരമായ കലാപരിപാടി നമ്മൾ കണ്ടു. അവർക്കുള്ള വീൽ ചെയർ വിതരണം കൂടി ഇവിടെ നടക്കുന്നതൊക്കെ സംഘടിപ്പിച്ച സൗദി KMCC നാഷണൽ കമ്മിറ്റിയെ വലിയ രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനമുദ്ര ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.